സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. കഴുകണമേ എന്നെ കഴുകണമേ, തിരു രക്തത്താൽ എന്നെ കഴുകണമേ. കഴുകണമേ എന്നെ കഴുകണമേ, തിരു രക്തത്താൽ എന്നെ കഴുകണമേ. എൻ ഹൃദയമങ്ങോ കഴുകണമേ, എൻ മുറിവുകൾ അങ്ങുണക്കണമേ. എൻ ഹൃദയമങ്ങു കഴുകണമേ, എൻ മുറിവുകൾ അങ്ങുണക്കണമേ. എന്നാത്മമങ്ങു കഴുകണമേ, എൻ പാപമെല്ലാം മായ്ക്കണമേ. എന്നാത്മമങ്ങു കഴുകണമേ, എൻ പാപമെല്ലാം മായ്ക്കണമേ. മുട്ടുമേലായിരിക്കാം. ദീപികാരൻ ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയും എല്ലാ മക്കളും മുട്ടുമേലായിരിക്കും. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. ത്രാപ്പേന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. ദിവ്യകാരുണ്യനാഥനിലേക്ക് നമുക്ക് നോക്കാം. പരിശുദ്ധ കുർബാനയാകുന്ന ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വിക ദൈവം കണ്ണുകളുയർത്തി വലിയ സ്നേഹത്തോടെ വലിയ വിശ്വാസത്തോടെ രക്ഷകനായ ദൈവത്തെ നമുക്ക് നോക്കിക്കാണാം. മറഞ്ഞിരിക്കുന്ന ദൈവം, നിത്യനായ ദൈവം, സൃഷ്ടാവായ ദൈവം, കാരുണ്യവാനായ ദൈവം, സൗഖ്യം നൽകുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ ജനത്തെ തൊട്ടു സുഖപ്പെടുത്തിയവൻ. കുഷ്ഠരോഗി ഈശോയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കുവാൻ. ഈശോ പറയുന്നുണ്ട് അവനോട്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. അവൻ സൗഖ്യം പ്രാപിക്കുക. പിതാവായ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം മക്കൾ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുവാൻ ശക്തനായ ദൈവം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം, ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കാം, അഭിഷേകത്തോടെ സ്തുതിക്കാം. ദിവ്യകാരുണ്യനാഥനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അബ്രാഹത്തിന്റെ ദൈവത്തെ, ഇസഹാക്കിന്റെ ദൈവത്തെ, യാക്കോബിന്റെ ദൈവത്തെ, ഇസ്രായേലിന്റെ രക്ഷകനായ ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. മോശയുടെ ദൈവം, അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്ന ദൈവം, ചെങ്കടൽ തീരത്ത് പാളയം അടപ്പിച്ച ദൈവം, അതേ സ്ഥലത്ത് തന്നെ ദൈവം പറഞ്ഞതുപോലെ അവർ പറഞ്ഞ സ്ഥലത്ത് പാളയമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അനുസരിച്ചപ്പോൾ, അവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ ശക്തനായ ദൈവം അവർക്ക് വഴിയൊരുക്കി. വിധാനമൊരുക്കിയത് കടലിലൂടെയാ, ചെങ്കടലിലൂടെ അവിടുന്ന് ഇസ്രായേലിന് വഴിയൊരുക്കി. വഴിയൊരുക്കുന്ന ദൈവം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം, ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ ജനം ചെങ്കടൽ മധ്യത്തിലൂടെ യാത്ര ചെയ്യുകയാ, മരുഭൂമിയെ ലക്ഷ്യമാക്കിക്കൊണ്ട്. തമ്പുരാനെ മഹത്വപ്പെടുത്തുകയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ശത്രു സൈന്യം രഥങ്ങളിലോ തേരുകളിലോ അവർ പിന്നാലെ കടന്നു വരുന്നത് ഇസ്രായേൽ ജനം കാണുകയാ. ദൈവം മോശയോട് കൽപ്പിച്ചു, തിരിഞ്ഞു നിന്ന് നീ അപ്രകാരം കടല് വിഭജിക്കപ്പെടുവാൻ നീ പ്രാർത്ഥിച്ചു. അപ്രകാരം തിരിഞ്ഞു നിന്ന് കടല് യോജിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവമായ കർത്താവ് മോശയോട് കൽപ്പിച്ചു. അപ്രകാരം മോശ വടിയുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി ശത്രു സൈന്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ കടലിന്റെ ആഴങ്ങളിലേക്ക് അമർത്തി അവരെ അനുഗ്രഹിച്ച ദൈവം, ഇസ്രായേലിനെ അനുഗ്രഹിച്ച ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു സൈന്യത്തെ ഇല്ലായ്മ ചെയ്ത ദൈവത്തിന്റെ സ്നേഹം കടലിലോ കരമുയർത്തി ചെങ്കടലിലോ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുന്ന ദൈവം, മരുഭൂമി അനുഭവങ്ങളിലൂടെ കൂടെ നടക്കുന്ന തമ്പുരാന്റെ സ്നേഹമാണ് മക്കളെ പരിശുദ്ധ കുർബാനയിലോ വെളിപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തോടെ മക്കൾ പ്രാർത്ഥിച്ചേ. മരുഭൂമിയിലോ ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ മാറ എന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ ജലം കയ്പ് നിറഞ്ഞ ജലമായിരുന്നു. ഇസ്രായേൽ ജനം ദൈവത്തോട് വെറുപിറക്കുകയാ. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവമായ കർത്താവ് മോശയോട് കൽപ്പിച്ചു, ഞാൻ കാണിച്ചു തരുന്ന തടിക്കഷ്ണം ഈ മാറായിലെ കയ്പ് നിറഞ്ഞ ജലത്തിലേക്ക് നീ എടുത്തിടുക. ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തു. മക്കളെ, തടിക്കഷ്ണത്തോട് ചേർന്ന് കിടന്ന ദൈവത്തിന്റെ വചനം കയ്പ് നിറഞ്ഞ അവസ്ഥകളെ മുഴുവൻ വലിച്ചെടുത്തുകൊണ്ട് ആ തടിക്കഷ്ണത്തോട് ചേർന്ന് കിടന്ന മധുരമായ ദൈവത്തിന്റെ വചനം ജലത്തിലേക്ക് വ്യാപരിച്ചപ്പോൾ ജലം മധുരമായി തീർന്നു. കരങ്ങൾ ഉയർത്തി
ദൈവമായ കർത്താവ് ഇസ്രായേലിന് ഇന്ന് ജീവിതത്തിലുള്ള കയ്പ് നിറഞ്ഞ ജീവിതാവസ്ഥകളെ ഏറ്റെടുത്തുകൊണ്ട് തന്റെ രക്ഷ അവർക്ക് വെളിപ്പെടുത്തി. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന് അവർക്ക് വിശപ്പുണ്ടായപ്പോൾ, ആത്മീയ വിശപ്പുണ്ടായി, ആത്മീയ ദാഹമുണ്ടായപ്പോൾ ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇസ്രായേൽ ഭവനത്തിന്റെ കൂടാരവാതിക്കലേക്ക് അവിടുന്ന് സ്വർഗീയ അപ്പം നൽകിക്കൊണ്ട് ഇസ്രായേലിനെ സമ്പന്നനാക്കിയ ദൈവത്തിന്റെ സ്നേഹം ഇതാ പരിശുദ്ധ കുർബാനയിലോ മന്നയിലോ ഇതാ വെളിപ്പെട്ടിരിക്കുന്നു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഇസ്രായേൽ ജനം ജീവൻ ആഗ്രഹിച്ചപ്പോൾ പ്രിയ ദൈവജനമേ, ജീവനുള്ള കാടപ്പക്ഷികളെ നൽകിക്കൊണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ പക്ഷിയെ തന്നെ നൽകിക്കൊണ്ട് ഇസ്രായേലിനെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ സാന്നിധ്യം ഇതാ പരിശുദ്ധ കുർബാനയിലോ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ദാഹമുണ്ടായി. മക്കളെ, ദാഹമുണ്ടായി. അപ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്താ ചെയ്തേ? ആ ദൈവം കാണിച്ചു കൊടുത്ത പാറയിൽ ചെന്ന് അടിക്കുവാൻ മോശയോട് ദൈവം പറയുകയാ. ദൈവം പറഞ്ഞു, ഞാൻ ആ മലയുടെ മുൻപിൽ ചെന്ന് ആ പാറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മോശെ നീ വടിയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകിയിറങ്ങും. പ്രിയ ദൈവജനമേ, അതേ അരുവി തന്നെയാണ് കാൽവരി മലയുടെ നെറുകയില് ജീവൻ ആഗ്രഹിച്ചുകൊണ്ട് ഒറ്റക്കണ്ണനായ പടയാളി അവന്റെ കണ്ണില് ജീവൻ നഷ്ടപ്പെട്ട കണ്ണിലേക്ക് ജീവൻ ആഗ്രഹിച്ചുകൊണ്ട് കുന്തമെടുത്ത് അവന്റെ പാർശ്വത്തില് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് അരുവിയായി ജീവനായി അവിടുന്ന് ഒഴുകിയിറങ്ങിയ നിത്യജീവന്റെ അഭിഷേകമാണ് ഇതാ പരിശുദ്ധ കുർബാനയില് വെളിപ്പെട്ടിരിക്കുന്നത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പഴയ നിയമത്തിലെ കയ്പ് നിറഞ്ഞ ജീവിതത്തെ ഏറ്റെടുത്ത ദൈവം തടിക്കഷ്ണത്തോട് ചേർന്ന് കിടന്നെങ്കിലോ പ്രിയ ദൈവജനമേ, കാൽവരി മലയുടെ നെറുകയിലോ തടിക്കഷ്ണത്തോട് ചേർന്ന് കിടന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ പാപത്തെയും ശാപത്തെയും പൈശാചിക ബന്ധനങ്ങളെയും അവന്റെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് രക്ഷ നേടിത്തന്ന സ്നേഹത്തിന്റെ കൂദാശ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കരമുയർത്തി ഒന്ന് വിളിക്കാമോ? കയ്പ് നിറഞ്ഞതിനെ ഏറ്റെടുക്കുന്ന സ്നേഹത്തിന്റെ അഭിഷേകം, മാധുര്യമായതിനെ പകർന്നു നൽകുന്ന ദൈവത്തിന്റെ കാരുണ്യം ഇതാ പരിശുദ്ധ കുർബാനയിലോ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ വീശി ഒന്നിച്ച് പാടാം. ഹല്ലേലൂയാ 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 ആമേൻ. ശബ്ദം ഉയർത്തി ഒന്നിച്ച് പാടാം. ഹല്ലേലൂയാ 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ.
ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ വീശി ഒന്നിച്ച് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഉദ്ധിതനായവനേ, യേശുരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ, പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. ഉദ്ധിതനായവനേ, യേശുരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ, പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ വീശി ഒന്നിച്ച് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. 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 യേശുനാഥ. ആമേൻ. ആമേൻ. ദൈവപുത്ര. ആമേൻ. ആമേൻ. സർവശക്ത നിത്യപിതാവേ. ആമേൻ. ആമേൻ. യേശുനാഥ. ആമേൻ. ആമേൻ. ദൈവപുത്ര. ആമേൻ. ആമേൻ. സർവശക്ത നിത്യപിതാവേ. ആമേൻ. കരങ്ങൾ വീശിക്കൊണ്ട്
പറഞ്ഞുകൊണ്ട് ആമേൻ യേശുനാഥ. എല്ലാവരും ചേർന്ന് ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഹല്ലേലൂയ. കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. തമ്പുരാന്റെ അനന്തമായ സ്നേഹം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നമുക്ക് ദിവസത്തിന് നന്ദി പറയാം. എൻ്റെ പേര് ഷിബി ആനി ഉമ്മൻ. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി ഇവിടെ നടക്കുന്ന ആരാധനയിലും ധ്യാനത്തിലും പങ്കെടുക്കുന്നു. ചെങ്ങന്നൂർ സ്വദേശികളായ ഓർത്തഡോക്സ് സഭാംഗങ്ങളാണ്. ഞാൻ വർഷങ്ങളായി കടുത്ത അലർജി രോഗം മൂലം വളരെ അധികം ബുദ്ധിമുട്ടിയിരുന്നു. ഏകദേശം 25 വർഷത്തിലധികമായി എനിക്ക് ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു തുള്ളി പച്ചവെള്ളം തലയിൽ വീണാൽ ദേഹം മുഴുവൻ നീര് വയ്ക്കുകയും വളരെയധികം വേദന ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. ദിവസവും പലതരം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നു. പലതരത്തിലുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത്. എന്നാൽ മാർട്ടിൻ ബ്രദർ പറഞ്ഞതനുസരിച്ച് കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 2 വരെ നടന്ന ധ്യാനത്തിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് ഈശോ എന്നിൽ നിന്ന് അലർജി രോഗം എടുത്തു മാറ്റുകയും പരിപൂർണമായ സൗഖ്യം തരികയും ചെയ്തു. 25 വർഷത്തിന് ശേഷം എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കുവാൻ സാധിച്ചു. ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള മരുന്നുകളും ഞാൻ കഴിക്കുന്നില്ല. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുകയാണ്. രോഗാവസ്ഥകളെ അവൻ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പരിപൂർണമായ സൗഖ്യം സൗജന്യമായി പ്രദാനം ചെയ്തു. 5 ദിവസങ്ങളിൽ വചനത്തിൽ അടയിരുന്നപ്പോൾ ദൈവത്തിന്റെ വചനം ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ രോഗശാന്തി സംഭവിച്ചു. കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് സ്വരമുയർത്തി ആ കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും ചേർന്ന് കർത്താവിന്റെ മഹത്വം അവരിൽ പൂർണ്ണമായും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ എല്ലാ മേഖലയിലും അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാം, ദൈവത്തിൻ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാം, പവന സ്നേഹം നുകർന്നീടാം, ആ സ്നേഹമേവർക്കും പകർന്നീടാം. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കട കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ, തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. റോസലി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തി, എൻ്റെ ഹസ്ബൻഡിന് ഒരു പുതിയ കാർ വാങ്ങി ഉടനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. പിന്നെ വാഹനം ഓടിക്കാൻ ഭയങ്കര ഭയമായിരുന്നു. വാഹനം കാണുന്നു തന്നെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒന്ന് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടി, പരിപൂർണമായ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു. അതുപോലെ ഹസ്ബൻഡിന് ജോലിയിൽ പ്രമോഷനും കിട്ടിയെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേർന്നപ്പോൾ ഹൃദയത്തിലുണ്ടായിരുന്ന ഭയം കർത്താവ് എടുത്തുമാറ്റി. ജോലി മേഖലയിലുണ്ടായിരുന്ന തടസ്സം, പ്രമോഷനുള്ള തടസ്സം മാറ്റി കർത്താവ് ആ സഹോദരനെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോളി എന്ന സഹോദരി സാക്ഷ്യപ്പെടുന്നത്, എൻ്റെ മോന് വേണ്ടിയാണ് ഈ സാക്ഷി എഴുതുന്നത്. മോൻ എഞ്ചിനീയറിൻ്റെ എക്സാമിൽ 6ാമത്തെ സെമസ്റ്ററിലെ പരീക്ഷയിൽ 2 വിഷയമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ആരാധനയിലും എല്ലാ വിഷയങ്ങളിലും പാസ്സാവുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥന ഫലമായി ഇന്നലെ റിസൾട്ട് വന്നു. മോൻ എല്ലാ വിഷയത്തിനും പാസ്സായി. കർത്താവിൻ്റെ അനന്തമായ കാരണത്തിന് ആ കുടുംബം നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബിനോയ് എന്ന സഹോദരൻ തടിയൂരിൽ സാക്ഷ്യപ്പെടുത്തുക, ഞങ്ങളുടെ ദേവാലയം നിർമ്മിക്കുവാൻ വന്ന ആളിൻ്റെ മകന്
ഇവിടുത്തെ ദിവ്യകാരുണ്യ ആരാധനയെ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം സർക്കാർ ജോലി നൽകി അനുഗ്രഹിച്ചു. ഈ സഹോദരൻ ആ സഹോദരനോട് വാഗ്ദാനം ചെയ്യാൻ ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാന്ന് നിയമം വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മഹത്വത്തോടെ വെളിപ്പെട്ടു. ആ സഹോദരൻ്റെ മകന് ജോലി കിട്ടിയെന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ ഇവിടെ ദേവാലയ പണി ഭംഗിയായി തീരുവാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി ആ വലിയ അഭിഷേകം ഇവിടെ കുടുംബത്തിൻ്റെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരം ഉയർത്തി സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ. ഇടവക ദേവാലയത്തിൻ്റെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരം ഉയർത്തി സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ച് വലിയ വിശ്വാസത്തോടെ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. നന്ദി. ഹല്ലേലൂയ. മറിയം എന്ന സഹോദരി പാറമ്പുഴയിൽ സാക്ഷ്യപ്പെടും. ഞാൻ ഇവിടെ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയിലും ആരാധനയിലും പ്രാർത്ഥനയിലും സ്ഥിരമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഞാനിവിടെ സാക്ഷ്യം എഴുതിയിട്ടുള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി എനിക്കുണ്ടായിരുന്ന നെഞ്ച് ഇടിപ്പ് മാറിക്കിട്ടി. എൻ്റെ ഹൃദയം എടുത്ത് അടിക്കുന്നത് പോലുള്ള ഇടിപ്പായിരുന്നു, അത് മാറിക്കിട്ടി. അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾക്ക് 10 സെന്റ് സ്ഥലവും നല്ലൊരു വീടും വിചാരിച്ചതിലും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിച്ചു. വീട് വാങ്ങുന്നതിന് ആവശ്യമായ പണം തികയാതെ വന്നപ്പോൾ സുഹൃത്തായ ഒരാൾ 15 ലക്ഷം രൂപ ഈടൊന്നും കൂടാതെ കൊടുത്തു. നിങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ തിരികെ തന്നാൽ മതിയെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ഈ വലിയ കാരുണ്യം, നിരവധിയായ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിൽ ലഭിച്ചിട്ടുണ്ടെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. കാര്യങ്ങൾ ഉയർത്തി ആ സഹോദരിയോട് ചേർന്ന് ദൈവത്തിൻ്റെ കാരുണ്യത്തിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. നന്ദി. സെലീന എന്ന സഹോദരി മാവേലിക്കരയും സാക്ഷ്യപ്പെടുത്തി. എൻ്റെ പേര് സെലീന. കുടുംബത്തിലെ അസ്വസ്ഥതകളും ഭിന്നതകളും മാറ്റി തന്നു, കർത്താവ് അനുഗ്രഹിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും തമ്മിലുള്ള പിണക്കം മാറിയതിന് നന്ദി പറയുക. എൻ്റെ പാസ്പോർട്ട് ഒരു തടസ്സവും കൂടാതെ പുതുക്കി കിട്ടിയതിന് സഹോദരി നന്ദി പറയുക. കുടുംബത്തിലുണ്ടായിരുന്ന ഭിന്നതകൾ, അലോഹ്യങ്ങളെല്ലാം മാറി സ്വസ്ഥതയുടെ സ്നേഹത്തിൻ്റെ ആത്മാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കുടുംബത്തിന് മേൽ വ്യാപരിച്ചു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും. അതുപോലെ തന്നെ ടോണി എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തി. കഴിഞ്ഞ ധ്യാനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. 1 മാസമായിട്ട് എൻ്റെ വയറിൻ്റെ വലതുഭാഗത്ത് ഭയങ്കര എരിച്ചിലായിരുന്നു. ബുധനാഴ്ച വൈകിട്ടുള്ള ആരാധന ധ്യാന സമയത്ത് കുന്നന്താനം സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ധ്യാനത്തിൽ ബുധനാഴ്ചയുള്ള ആന്തരിക സൗഖ്യ ആരാധനയുടെ സമയത്ത് ആ എരിച്ചിൽ മാറിക്കിട്ടി. കൂടാതെ നന്നായി യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപയും ഈശോ നൽകിയെന്ന് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തി. വയറിനുള്ളിലുണ്ടായിരുന്ന എരിച്ചിൽ രോഗത്തിൽ നിന്ന് കർത്താവ് മോചനം കൊടുത്തു. ആന്തരിക സൗഖ്യ ശുശ്രൂഷയുടെ സമയത്ത് കരങ്ങൾ ഉയർത്തി ധ്യാനത്തിലൂടെ ദൈവം ചൊരിയുന്ന അനുഗ്രഹം, ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിലൂടെ ദൈവം ചൊരിയുന്ന അനന്തമായ കാരുണ്യം, ഈ കാരുണ്യത്തിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? കരമടിച്ചു പാടി പ്രാർത്ഥിക്കാം. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിസ്രൈമേരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേനി വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമേരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. പ്രമാണ ലംഘനങ്ങളിലൂടെ, ഒന്നാം പ്രമാണത്തിന്റെ ലംഘനങ്ങളിലൂടെ കുടുംബത്തിന്റെ മേൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന സകല അന്ധകാര ശക്തികളും, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രവിദ്യ ഇവയിലൊക്കെ വിശ്വസിച്ചതിലൂടെ ഇതിലൂടെ കടന്നു വന്നിരിക്കുന്ന സകല ദുഷ്ടപിശാചുക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നു നിന്നുകൊണ്ട് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ സമൂഹത്തിൽ വ്യാപരിക്കുന്ന സകല അന്ധകാര ശക്തികളെയും, ഈ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന സകല ദുഷ്ടപിശാചുക്കളെയും യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ അവയെ ബന്ധിച്ച് നിത്യനരകത്തിലേക്ക് ബഹിഷ്കരിക്കുന്നു. യേശു നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോകുക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കരമുയർത്തി സ്വരമുയർത്തി വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. സ്വരമുയർത്തി വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം. അഭിഷേകത്തോടെ വിളിക്കാം, സർവശക്തിയോടെ വിളിക്കാം. ഗാനത്തോട് ചേർന്ന് ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോ. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർപ്പിടുമ്പോൾ. ഇന്നു കണ്ട മിസ്രൈമേനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആഭിചാരം യാക്കോബിനു ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിസ്രൈമേരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ഇന്നു കണ്ട മിസ്രൈമേരെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമേ നീ വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല,
നിന്റെ കാലുകൾ ഇടറുകില്ല. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. അന്ധവിശ്വാസത്തിന്റെ എല്ലാ പാപബന്ധനങ്ങളും അഴിയട്ടെ. അന്ധവിശ്വാസത്തിന്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. അശുദ്ധി നീങ്ങിപ്പോട്ടെ. വിശ്വാസരാഹിത്യത്തിന്റെ അരൂപികള് കുടുംബങ്ങളിൽ നിന്ന് യേശു നാമത്തില് വിട്ടൊഴിഞ്ഞു പോകട്ടെ. കരമുയർത്തി ഈശോയെന്ന് വിളിക്കാമോ? ജാതകം, വാരഫലം ഇവയുടെ വിശ്വസ്തയിലൂടെ കടന്നു വന്നിരിക്കുന്ന സകല അശുദ്ധിയും നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന്, ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുമാറി വിശ്വാസത്തിന്റെ പൂർണ്ണത ഹൃദയതലങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. കരമടിച്ചു പാടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലേ ബന്ധനത്തിൽ നിന്നും വിടുതൽ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ബലിയുടെ യോഗ്യതയാലേ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഉയർത്തിയടിച്ച് പാടാം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ ഒട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ ഒട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ശക്തിയോടെ യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. അഭിഷേകത്തോടെ കരമടിച്ച് അത്ഭുത ശക്തി വ്യാപരിക്കുക. പാപബന്ധനങ്ങളെല്ലാം അഴിയുക. മഹത്വം വെളിപ്പെടുകയും ദൈവാനുഗ്രഹം ദൈവമക്കളുടെ കൂടെ ആയിരിക്കുക. കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. സാത്താനേ, ഒരു കരമുയർത്തി നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഈശോയെ, ഞാനും എന്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. അഭിഷേകം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയേ, മരണത്തെ ജയിച്ചവനേ. ഈശോയേ, മരണത്തെ ജയിച്ചവനേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ശക്തി. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ,
കരങ്ങൾ കൊട്ടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. ദൈവമക്കൾ വിളിക്കുന്നു, നാഥനെ വിളിക്കുന്നു, രക്ഷകനെ വിളിക്കുന്നു, ഗുരുവിനെ വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. എല്ലാ മക്കളും വിളിക്കുന്നു. ഉദര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് 9 വ്യക്തികളെ ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. ഈശോയെന്ന് വിളിച്ച് തളർവാദ രോഗിയായ ഒരു മകനെ ഈശോ സുഖപ്പെടുത്തുന്ന ആത്മാവ് കാണിച്ചു തരുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അഭിഷേകം വ്യാപരിക്കുന്നു. കരുണ എല്ലാ മക്കളിലേക്കും വ്യാപരിക്കുന്നു. ഈശോയെ നന്ദി. കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാമോ? 3 വ്യക്തികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തടസ്സം ഈശോ മാറ്റുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. കരമടിച്ച് നന്ദി പറഞ്ഞ് ഒരു വശത്തിന് വേദനയുള്ള ഇടതുവശത്തിന് വേദനയുള്ള ഒരു വ്യക്തി കർത്താവ് സുഖപ്പെടുന്ന ആത്മാവ് കാണിച്ചു തരുന്നു. കരമുയർത്തി അടിക്കാമോ? നന്ദി പറഞ്ഞ മക്കളെ, ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് പുകവലിയിൽ നിന്ന് ഒരു മകനെ ഈശോ വിട്ടുവെക്കുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. തലവേദനയുള്ള 2 വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുന്നു. ഈശോയെന്ന് വിളിച്ച് പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ വിളിച്ച് അഭിഷേകത്തോടെ വിളിച്ച് കടബാധയിൽ നിന്ന് 6 കുടുംബങ്ങൾക്ക് മോചനം നൽകുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിച്ച് സാബു എന്ന മകനെ ഈശോ ആശ്വസിപ്പിക്കുന്ന ആത്മാവ് കാണിച്ചു തരുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. വലിയ തകർച്ചകളിൽ നിന്ന് 9 കുടുംബങ്ങളെ ഈശോ മോചിപ്പിക്കുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിച്ച് 124 കുടുംബങ്ങളിലോ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു. ദൈവാനുഗ്രഹം വെളിപ്പെടുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. 26 വ്യക്തികൾക്ക് പരിശുദ്ധ കുർബാനയോടുള്ള ആ വലിയ ആഴമായ സ്നേഹം നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. അനുദിന ബലി പങ്കുചേരുവാൻ ഈശോ അഭിഷേകം ചെയ്യുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിച്ച് കുമ്പസാരിക്കുവാൻ ഭയമുള്ള ഒരു വ്യക്തിയെ ഈശോ അനുഗ്രഹിച്ച് ആ ഭയത്തിൽ നിന്ന് മോചനം നൽകുന്നതായി പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. നമുക്ക് മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യ യേശു ഇതാ മധ്യത്തില് കാൽവരി മലയില് തടിക്കഷ്ണത്തോട് ചേർന്ന് കിടന്ന ദൈവത്തിന്റെ സ്നേഹം, അതേ സ്നേഹം അപ്പത്തോട് ചേർന്ന് നിൽക്കുകയാണ്. പാപത്തെയും പാപബന്ധനങ്ങളെയും, രോഗത്തെയും രോഗബന്ധനങ്ങളെയും, ശാപത്തെയും ശാപബന്ധനങ്ങളെയും ഏറ്റെടുത്ത യേശുനാഥൻ നിത്യരക്ഷ പ്രദാനം ചെയ്തുകൊണ്ട്, നിത്യജീവൻ പ്രദാനം ചെയ്തുകൊണ്ട് അപ്പത്തിന്റെ രൂപത്തില് ഇതാ നമ്മുടെ മധ്യത്തില് പരിപൂർണമായും എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയിലേക്ക് സമർപ്പിക്കാം. കർത്താവ് കാൽവരിയിൽ അർപ്പിച്ച പരിശുദ്ധമായ ബലിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സഹിയോൻ ഒട്ടുശാലയിൽ അവിടുന്ന് അർപ്പിച്ച പരിശുദ്ധമായ ബലി പരിശുദ്ധ കുർബാന സ്ഥാപനത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലി, ഇന്ന് ഈ ആലയത്തിൽ അർപ്പിക്കാൻ പോകുന്ന പരിശുദ്ധമായ ബലി, കർത്താവിന്റെ വലിയ അഭിഷേകം, വലിയ ശക്തി ഓരോ മക്കളുടെ ശരീരത്തിലും അവരുടെ പ്രവൃത്തി മേഖലയിലും വെളിപ്പെടുത്തുക. നിങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബങ്ങളെ അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി
പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവിടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ സമ്പത്ത് സമർപ്പിച്ച എല്ലാ കുടുംബങ്ങളെയും അവിടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക. ദശാംശം കാഴ്ചയായി സമർപ്പിച്ചിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഏറ്റെടുക്കണമേ ഈശോയെ. വിദേശ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ കുടുംബത്തെയും അവിടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, IELTS പരീക്ഷ പോലുള്ള പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ പോയിരിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിൻ്റെ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വരമുയർത്തി എല്ലാ നിയോഗത്തിൻ്റെ മേലും കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ ഈശോയെ? എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പരിശുദ്ധ കുർബാനുള്ള വിശ്വാസത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഈശോയെ നന്ദി. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് മുട്ടുമേലായിരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനോ മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ ബോധമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സർവേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷം നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. കർത്താവ് നമ്മെ ലോകം മുഴുവനെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുക. പല ദേശത്തായിരിക്കുന്ന മക്കളെല്ലാം ഈശോ ഇപ്പോൾ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. പാപത്തിന്റെ അടിമത്തിൽ കഴിയുന്ന ഓരോ മക്കളെയും ഈശോ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നവരെ, പാപത്തിന്റെ അടിമത്തിൽ കഴിയുന്ന ഓരോ മക്കളെയും ഓർത്ത് ഈശോയെ വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിൽ യേശു സാന്നിധ്യം വ്യാപരിക്കട്ടെ. പാപത്തിന്റെ ബന്ധത്തിൽ കഴിയുന്ന മക്കളിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഈശോയെ എന്ന് വിളിക്കാം. രോഗികളുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. പോരാ സ്വരമുയർത്തി മക്കളെ വിളിച്ച് അഭിഷേകത്തോടെ വിളിച്ച്
ശക്തിയോടെ വിളിച്ച് ഓരോ നിയോഗത്തിന്റെ മേലും ഈശോ ആശീർവദിച്ച് ആ നിയോഗങ്ങളെ അനുഗ്രഹിക്കുന്ന നിമിഷം കരമുയർത്തി വിശ്വാസത്തോടെ വിളിക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു, അഭിഷേകം ചെയ്യുന്നതിനോർത്ത് നന്ദി പറയുന്നു, കർത്താവേ സൗഖ്യം നൽകുന്നതിനോർത്ത് നന്ദി പറയുന്നു. കരമുയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, അനുഗ്രഹിക്കുന്നവനെ വിളിക്കുന്നു, ആശീർവദിക്കുന്നവനെ വിളിക്കുന്നു, അഭിഷേകം ചെയ്യുന്നവനെ വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിന്റെ ഇരുവശങ്ങളിലും ധ്യാനത്തിനുള്ള ബുക്കിങ്ങിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നവംബർ 23 മുതലുള്ള ധ്യാനത്തിലുള്ള ബുക്കിങ്ങിന്